പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിയിട്ടില്ലെന്നുള്ള അവസ്ഥയെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ ഈ ലോകത്തുണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്ത് ഞാനൊരു പെൺകുട്ടി വീൽ ചെയറിലിരുന്ന് അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നു. ആ കുട്ടി ഓരോരോ സ്കിറ്റ് ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കുന്നു. ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ അമ്മ പിന്നെ ആശ, അതേപോലെ അച്ഛൻ പ്രദീപ്, ഗൗരി പ്രദീപ് എന്നാണ് അവളുടെ പേര്. നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടാവും അവളെ. അപ്പൊ അവളുടെ വീഡിയോ കണ്ട സമയത്ത് അസാമാന്യമായിട്ടാണ് ആ കുട്ടി അഭിനയിക്കുന്നത്. ഒരു സിനിമാ നടിയെ വെല്ലുന്ന തരത്തിലുള്ള അഭിനയവും സൗന്ദര്യവും ഉള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവളെ അങ്ങനെ എത്തിക്കാൻ വേണ്ടി അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് യാതനകളിലൂടെ കടന്നു പോയതാണ് അല്ലേ. അത് ജീവിതത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ആ കുട്ടിക്കുണ്ട്. അവർ അതിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിരുന്നു. കുട്ടിയുടെ ഗൗരിയിലെ അനുഭവം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ. അതേപോലെ വീൽ ചെയറിലിരിക്കുന്ന ഉണ്ണി മാക്സിനെ നിങ്ങൾക്കറിയാം. നല്ല കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹം നന്നായിട്ട് ചെണ്ട വായിക്കും. അതേപോലെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. വിദേശത്ത് പോയിട്ടുണ്ട്. അവൻ അംബാസഡർ കാർ ഓടിക്കും. പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത കാർ അവൻ ഓടിക്കും. അങ്ങനെ ഭാര്യയും ഒത്ത് ശ്രീപാർവതിയും ഒത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഷാജി തലോറ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവൻ കണ്ണൂരാണ്. അവൻ ഇതൾ മാസിക നടത്തുന്നതാണ്. ഇവരതേപോലെ വീൽ ചെയറിലിരിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു മാഗസിനാണത്. പിന്നെ ഒരു പബ്ലിക്കേഷനും നടത്തുന്നുണ്ട്. ഈ പബ്ലിക്കേഷൻ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കി, ഒരുപാട് ടൈറ്റിൽ ഇറക്കിയതാണ്. അപ്പം നമ്മൾ നല്ലോണം ഞാൻ പറയാ നോർമലായിട്ട് ജീവിക്കുന്ന ആളുകളെക്കാൾ നന്നായിട്ടാണ് അവരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് വൈബാണ് അവരെ കാണുമ്പോൾ നമുക്കൊക്കെ. നമ്മളൊക്കെ എങ്ങനെ അവരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാതെ പോകുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയോ പേരുണ്ട് അല്ലേ ഇതേപോലെ. അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ വേറൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു, അനീഷ് സോമൻ എന്ന് പറഞ്ഞിട്ട്. ഈ അനീഷിന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഈ ആത്മകഥ ആ ചേച്ചി ഒന്ന് അവതാരിക എഴുതി തരുമോ ചോദിച്ചു. ഞാനൊരു വലിയ വർക്കിലായിരുന്നു. ഞാനത് നിർത്തി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇയാളെ പുസ്തകം വായിക്കാൻ തുടങ്ങി. പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്പരന്നുപോയി. കാരണം അത്ര മനോഹരമായ ഭാഷയും സങ്കേതവുമാണ് ഇവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവൻ പിറന്ന എഴുത്തുകാരനാണ്. അപ്പം ഇവന് കുറേ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അനീഷിന്. അപ്പം നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ അവരൊക്കെ ജീവിതത്തിന്റെ നീറുന്ന യാതനകളിലൂടെ കടന്നു വന്നതാണ് അല്ലേ. എന്താണ് അവരുടെ തീപ്പൊള്ളലേറ്റ ജീവിതത്തിന്റെ തീപ്പൊള്ളലേറ്റ അനുഭവങ്ങളുടെ തീപ്പൊള്ളലേറ്റ മനുഷ്യന്മാരാണ്. അതിൽ അനീഷ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷ് കുട്ടിയായിരിക്കുന്ന സമയത്ത് അനീഷ് രോഗം വന്നിട്ട് അനീഷ് നടക്കുന്നത് കണ്ടിട്ട് പോലും ആളുകൾ പരിഹസിക്കുമായിരുന്നു. പിന്നെ അതേപോലെ അദ്ദേഹത്തിന് ഒരു അവാർഡ്, കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി വലിയ സന്തോഷത്തോടു കൂടി പോയി. അങ്ങനെ താഴെ വീൽ ചെയറിൽ ഇരിക്കുന്നു. തന്നെ ഇപ്പം വിളിക്കുന്ന വെച്ച് നെഞ്ചിടിപ്പോട് കൂടി ഇരിക്കുകയാണ്. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് സ്റ്റേജിൽ. അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് അവനെ വിളിച്ചില്ല. അതിന് പകരം ഒരു പരിപാടി കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. അതിനുശേഷം ഒരു ഇരുളടഞ്ഞ മുറിയിൽ വെച്ചിട്ട് ഏതോ സംഘാടകരിൽ ആരോ ഈ അവാർഡ് ഇയാൾക്ക് കൊടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തു. അത് ഇയാളെ മനസ്സിലുണ്ടാക്കിയ നീറ്റലും വേദനയും നിരാശയും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ സമൂഹത്തിന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള സുഹൃത്തുക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, സാമൂഹികമായി അവർ സഹിക്കുന്ന യാതനകൾ, അപമാനങ്ങൾ, ആക്രമണാസക്തമായിട്ടുള്ള യാതനകൾ, അതേപോലെ പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, അപമാനങ്ങൾ, പാർശ്വവൽക്കരിക്കൽ, തമസ്കരിക്കൽ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരിൽ ഈ അവബോധം ഉണ്ടാക്കണം. അവർക്ക് ഒരു ബോധവൽക്കരണം എല്ലാവർക്കും തന്നെ ഇവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഒന്നും സിമ്പതി അവർക്ക് ആവശ്യമില്ല കേട്ടോ. അവർക്ക് വേണ്ടത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കരയുമ്പോൾ കൂടെ കരയുക, അതേപോലെ നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക, അതാണ് എമ്പതി. എല്ലാത്തിനും കൂടെ നിൽക്കുന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പിന്നെന്താ പറയാ, അവരെ സഹായിക്കുകയാണ് വേണ്ടത്.
അതേപോലെ അവരെ ജീവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.